കേസ് മാറ്റിവെക്കുന്നതിന് പിന്നിൽ പിണറായിയുടെ രാഷ്ട്രീയ സ്വാധീനമുണ്ടെന്നാണ് ആരോപണം. യഥാർത്ഥത്തിൽ ഈ വാദത്തിൽ കഴമ്പുണ്ടോ? സുപ്രീം കോടതി നടപടികളിൽ എന്തെങ്കിലും അസ്വാഭാവികത നമുക്ക് കാണാനാവുന്നുണ്ടോ? കോടതി നടപടികളിൽ അസ്വാഭാവികതയുണ്ടെന്ന് വാദിക്കുന്നവരാണ് ഏറെയും. ഈ വാദത്തെ വെറുതെ അങ്ങ് തള്ളിക്കളയാനുമാവില്ല. കാരണം മുമ്പ് ഏതെങ്കിലും കേസുകൾ ഇത്രയധികം മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ടോ? സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ തന്നെ സമാനമായ ഉദാഹരണം അധികമില്ല. സുപ്രീം കോടതി ഒരു കേസ് 38 തവണ മാറ്റിവെച്ചു എന്നത് തന്നെ അസ്വാഭാവികമായ കാര്യമാണ്. ഒരുപക്ഷെ അത് അഭൂതപൂർവം കൂടി ആയിരിക്കാം. മറ്റേതെങ്കിലും കേസ് ഇപ്രകാരം നീട്ടിവെച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സുപ്രീം കോടതി ചരിത്രത്തിലെ ഏറ്റവും വലിയ കേസായിരുന്നു കേശവാനന്ദ ഭാരതി കേസ്. 66 ദിവസം നീണ്ടുനിന്ന വാദം ആണെന്ന് നടന്നത്. ആ കേസിൽ പോലും ഇങ്ങനെ അഡ്ജേൺമെന്റ്സ് ഉണ്ടായിട്ടില്ല. ഇത് സുപ്രീം കോടതിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രമാദമായതോ അല്ലെങ്കിൽ പ്രശസ്തമായതോ ആയ കേസൊന്നുമല്ല ലാവ്ലിൻ എന്ന് പറയുന്നത്. അത് CBI കോടതിയുടെ ഉത്തരവ് കേരള ഹൈക്കോടതി ശരിവെച്ചു. അതിനെതിരെയുള്ള ആണ് സുപ്രീം കോടതിയിൽ വന്നിരിക്കുന്നത്. അവിടെ രേഖകളുണ്ട്. നേരത്തെ 2 കോടതികളിൽ നടന്ന ആർഗ്യുമെന്റ്സ് ഉണ്ട്. ആ 2 കോടതികളിലെ ഉത്തരവുണ്ട്. അത് പെട്ടെന്ന് തീർക്കാവുന്ന കേസേ ഉള്ളൂ. 38 തവണയും കേസ് മാറ്റിവെക്കപ്പെടുന്നതിന് ഓരോ കാരണങ്ങളുണ്ടായിരുന്നു. ചിലപ്പോൾ കോടതിയുടെ അസൗകര്യമാവാം, മറ്റു ചിലപ്പോൾ CBIയുടെ അസൗകര്യമാവാം. കേസ് ഇങ്ങനെ മാറ്റിവെച്ചത് കൊണ്ട് ആരോപണ വിധേയനായ മുഖ്യമന്ത്രിക്ക് എന്ത് നേട്ടമുണ്ടാകുമെന്ന ചോദ്യത്തിനും പ്രസക്തിയുണ്ട്. കേസ് പരിഗണിച്ച് വീണ്ടും പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ടാൽ പിണറായി വിജയൻ വീണ്ടും വിചാരണ നേരിടേണ്ടി വരും. ഒരു അഴിമതി കേസിൽ പ്രതിയായിരുന്ന് മുഖ്യമന്ത്രിയായി തുടരാനാവില്ല. പ്രതിപക്ഷം ഉയർത്തുന്ന ചോദ്യം മാത്രമല്ല, മുമ്പ് ഇതേ കാരണത്താൽ പാർലമെന്ററി രംഗത്തു നിന്നും മാറി നിന്നിരുന്ന വ്യക്തി മുഖ്യമന്ത്രിയായി തുടരുന്നതിന് ന്യായീകരിക്കാൻ CPMനുമാവില്ല. അങ്ങനെയെങ്കിൽ പിണറായിയുടെ രാജി തന്നെ ഉണ്ടാവേണ്ടി വരും. ചുരുക്കത്തിൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും താഴെയിറക്കാൻ സാധ്യതയുള്ള ഒരു കോടതി വിധിയെ സ്വാധീനം ഉപയോഗിച്ച് പിണറായി വിജയൻ മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണോ? അങ്ങനെയെങ്കിൽ അത് എത്ര നാൾ കഴിയും? ഇന്നല്ലെങ്കിൽ നാളെ സുപ്രീം കോടതിക്ക് കേസ് പരിഗണിച്ചല്ലേ പറ്റൂ. പക്ഷേ വാർത്ത അനുസരിച്ച് പലപ്പോഴും CBI അഡ്ജേൺമെന്റ് ആവശ്യപ്പെടുന്നു. ഇന്ന് തന്നെ കേട്ട വാർത്ത അനുസരിച്ച് വക്കാലത്ത് മാറുന്നതിന് വേണ്ടി, ആരുടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, വക്കാലത്ത് മാറുന്നതിന് വേണ്ടി സമയം ചോദിച്ചിരിക്കുന്നു. അങ്ങനെ വളരെ ഫ്ലിംസി ആയ കാരണങ്ങളെ മുൻനിർത്തി അഡ്ജേൺമെന്റ് ചോദിക്കുകയും അഡ്ജേൺമെന്റ് സുപ്രീം കോടതി കൊടുക്കുകയും ചെയ്യുമ്പോൾ വാസ്തവത്തിൽ ഞാൻ കുറ്റപ്പെടുത്തുന്നത് സുപ്രീം കോടതിയെ തന്നെയാണ്. ഇതിനേക്കാൾ സങ്കീർണമായത് ഭവിഷ്യത്തുള്ള കേസായിരുന്നില്ലേ അയോധ്യ കേസ്? ആ വക കേസുകൾ പോലും സുപ്രീം കോടതിക്ക് എത്ര അനായാസം തീർത്ത് വിധി പറയാൻ കഴിഞ്ഞു. ഇവിടെ അങ്ങനെയൊന്നുമുള്ള യാതൊരു സങ്കീർണതകളുമുള്ള കേസല്ല ഇത്. ഹൈക്കോടതിയുടെ ഉത്തരവ് അവരുടെ മുന്നിലുണ്ട്. അത് വായിച്ച് ശരിയോ തെറ്റോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ അതിന് പകരം ഇത്രമാത്രം അഡ്ജേൺമെന്റ് ഈ കേസിൽ അനുവദിച്ചു എന്നത് അത് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയായി ഞാൻ കാണുന്നു. അതിന് അപ്പുറം വലിയ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് ചില അന്തർധാര എന്നൊക്കെ ചിലർ പറയുന്നത് അത് രാഷ്ട്രീയമായ അർത്ഥമില്ലാത്ത അഭിപ്രായ പ്രകടനമായി തള്ളിക്കളയാവുന്നതേ ഉള്ളൂ. കേന്ദ്ര സർക്കാരിനെ നയിക്കുന്ന BJPയെ സ്വാധീനിച്ച് അതുവഴി CBI കേസിൽ നിന്നും പിന്നോട്ട് പോകുന്നുവെന്നാണ് ആരോപണം. പക്ഷേ രാഷ്ട്രീയമായി എന്നും ഏറ്റുമുട്ടുന്ന BJPയുമായി പിണറായി വിജയൻ എങ്ങനെ ചങ്ങാത്തമുണ്ടാക്കും? ഇനി അങ്ങനെ സംഭവിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, ഇതുകൊണ്ട് BJPക്ക് എന്താണ് നേട്ടം? കേരളത്തിൽ പ്രതിപക്ഷം എന്നും ഉയർത്തുന്ന വിമർശനമാണ് BJPയും CPMും തമ്മിലുള്ള ഒത്തുകളി. കേരളത്തിൽ BJPക്ക് ഇടം സൃഷ്ടിച്ച് പിണറായി വിജയൻ നടത്തുന്ന ഒത്തുതീർപ്പുകൾ ലാവ്ലിൻ ലക്ഷ്യമിട്ടാണെന്നാണ് വിമർശനം. അതപ്പോൾ ധാരണയുണ്ടാവും. ഇടനിലക്കാരുണ്ട്, ഞാൻ എപ്പോഴും പറയാറില്ലേ, ഇടനിലക്കാർ ഇപ്പം ഇറങ്ങും. അപ്പോൾ കേസെടുക്കുമ്പോൾ CBIയുടെ വക്കീലിനെ കാണില്ല. പകല് CPM വിരോധവും BJP വിരോധവും അങ്ങോട്ടും ഇങ്ങോട്ടും. രാത്രിയാകുമ്പോൾ ഒരുമിച്ച് കൂടും. എന്നിട്ട് തീരുമാനിക്കുക അന്ന് CBIയുടെ വക്കീലിന് പനിയായിരിക്കും. BJP CPM കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നുണ്ടെന്നും ഇതിന് പിന്നിലെല്ലാം വലിയ കഥകളുണ്ടെന്നും സർക്കാരിൻ്റെ വിമർശകരും പറയുന്നു. പക്ഷേ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. വർഷങ്ങളോളം നേരിട്ട വിമർശനങ്ങളെയും ആരോപണങ്ങളെയും കോടതി വഴി തന്നെ നേരിട്ട് വിജയം വരിച്ചാണ് പിണറായി വീണ്ടും മത്സരിക്കാൻ ഇറങ്ങിയത്. വിചാരണ കോടതിയും ഹൈക്കോടതിയും കുറ്റവിമുക്തനാക്കിയെങ്കിൽ ന്യായം പിണറായിക്കൊപ്പമല്ലേ എന്ന വാദത്തിലും കഴമ്പുണ്ട്. CAGയും CBIയും കണ്ടെത്തിയ അഴിമതി
കോടതിയിൽ തെളിഞ്ഞില്ല. നിയമരംഗത്തെ പ്രമുഖർ തന്നെ വിധി പറഞ്ഞ് കുറ്റവിമുക്തനാക്കിയ കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് എന്ത് സംഭവിക്കാനാണ്? പിന്നെന്തിന് സുപ്രീം കോടതി നടപടിയെ പിണറായി ഭയക്കണം? പാർട്ടി സെക്രട്ടറിയുടെ ചുമതല വഹിച്ച് പ്രവർത്തിച്ചതോടെ ചിത്രം മാറും. അത് സ്വാഭാവികമാണ്. CPIM എന്ന പാർട്ടിയെ ആക്രമിക്കുന്നതിന് അതിൻ്റെ ഒരു പ്രതീകമായി പിന്നീട് ഞാൻ മാറുകയാണ്. ലാവ്ലിൻ വിവാദം പിണറായിക്കും CPM-നും മുന്നിൽ ഡെമോക്ലിസിന്റെ വാള് പോലെ ഇപ്പോഴുമുണ്ട്. വീണ്ടും പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ടാൽ പിണറായി വിജയൻ ഒരുപക്ഷെ രാജിവെക്കേണ്ടി വന്നേക്കാം. മെയ് 1 വീണ്ടും ലാവ്ലിൻ കോടതിയിലെത്തുമ്പോൾ എന്തു സംഭവിക്കും? ആകാംക്ഷ എല്ലാവർക്കും നിറയുകയാണ്. ഡി ന്യൂസ് അവസാനിക്കുന്നു. വീണ്ടും നാളെ കാണാം.